അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ടൊരു ബൗളിലേക്ക് 250 ml കപ്പിന് 1.5 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1.5 കപ്പ് ചോറ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ജയാരിയുടെ ചോറാണ്. നമ്മൾ കഴിച്ചിട്ട് ബാക്കി വന്ന ചോറാണ്. തലേ ദിവസത്തെ ചോറാണെന്നുണ്ടെങ്കിൽ അത് എടുത്താലും മതിയാവും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് വെന്തിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് വെന്തിട്ടുള്ള ചോറ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ചോറ് ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒന്നുകിൽ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. നമ്മൾ എടുത്തു വെച്ച 1.5 കപ്പ് ചോറ് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് പേസ്റ്റ് പരുവത്തിനായി പോകരുത്. അപ്പോൾ വെള്ളം ചേർക്കാതെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ചോറ് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് പൾസ് ചെയ്ത് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒരേ സ്പീഡിലൊന്നും ഇട്ട് അടിക്കരുത്, എന്നാൽ പിന്നെ പേസ്റ്റ് പരുവത്തിനായി പോവും. ഈ ഒരു രീതിക്ക് വേണം നമുക്ക് ചോറ് അടിച്ചെടുക്കാനായിട്ട്. ചോറങ്ങ് മുഴുവനും അരഞ്ഞു പോകാനും പാടില്ല. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുകയും വേണം. ഇനി ഈ ചോറ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ കണ്ടില്ലേ, മുഴുവനും അരഞ്ഞു പോവാതെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചോറ് കിടപ്പുണ്ട്. ഈ ഒരു രീതിക്ക് വേണം ചെയ്തിട്ടെടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 7 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇത് കുറച്ച് വലുപ്പമുള്ള വെളുത്തുള്ളി അല്ലികളാണ്. ചെറിയ കുഞ്ഞ് വെളുത്തുള്ളി അല്ലികളാണെന്നുണ്ടെങ്കിൽ ഒരു 10 എണ്ണം വരെ എടുക്കുക. അതിൻ്റെ മേൽഭാഗത്തുള്ള തൊലി ഒന്ന് മാറ്റിയതിന് ശേഷം ആ തൊലിയോട് കൂടി തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. വെളുത്തുള്ളിയുടെ തൊലി വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് തൊലിയൊന്ന് മാറ്റിയിട്ട് ഇടികല്ല് വെച്ചിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ പേസ്റ്റ് പരുവത്തിൽ ചേർത്ത് കൊടുക്കുകയോ ചെയ്യുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ ചതച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു റെസിപ്പിക്ക് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ. ഇനി ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ളത് കൊണ്ട് 2 എണ്ണം എടുത്തുന്നേ ഉള്ളൂ. എരിവില്ലാത്ത മുളകാണെന്നുണ്ടെങ്കിൽ 3 or 4 ഒക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചതച്ചെടുത്ത 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ജീരകമല്ല, വലിയ ജീരകമാണ്. ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇടികല്ല് വെച്ചിട്ട് ചതച്ചിട്ടെടുക്കുക. ചതച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനെ ചേർത്ത് കൊടുത്താലും മതി. ഇനി ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അവരവരുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കായപ്പൊടി കൂടി പോകരുത്. ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒരുപാടായിപ്പോയാൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇനി കൈ വെച്ച് നല്ലോണം എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ആ സവാളയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരണം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കശുവണ്ടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇടിയപ്പം, അപ്പം, പത്തിരിക്കൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വറുത്ത പച്ചരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കടലപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ മാവും എടുക്കാവുന്നതാണ്. നമുക്ക് ഈ അരിപ്പൊടിയും കടലപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം.
അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടിയും കടലപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് നല്ല ക്രിസ്പി ആയിരിക്കുകയും ചെയ്യും. നമ്മൾ ചോറിൽ മാത്രം ചെയ്തിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അത് മാത്രമല്ല നല്ലോണം കോട്ടായി കിട്ടില്ല. അപ്പോൾ അതാ കണ്ടില്ലേ, ഇത് നല്ലോണം കോട്ടായി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അരിപ്പൊടിയും കടലപ്പൊടിയും ഒക്കെ ചേർത്തുകൊണ്ട് നല്ലോണം കോട്ടായി കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ചോറല്ല നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലൊട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിക്ക് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ട് കൈകൊണ്ട് ഇതുപോലെ മുറിച്ച് ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിക്ക് വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ ചെയ്തിട്ടെടുക്കുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടും. വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെണ്ണയും എടുക്കാവുന്നതാണ്. എണ്ണ ഒന്ന് നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ചായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. രണ്ട് ബാച്ചായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത ഉടനെ സ്പൂൺ കൊണ്ട് ഇളക്കരുത്. ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. 2 വശവും നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരണം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഫ്ലെയിം കൂട്ടിയിടരുത്. മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് തിരിച്ചും മറിച്ചു വിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് കോരി മാറ്റാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ബാക്കിയിരിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ 1.5 കപ്പ് ചോറിലാണ് ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ചോറ് ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മളെടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടിയെടുത്താൽ മതിയാകും. അപ്പോൾ നല്ല ക്രിസ്പിയാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ചോറ് വെച്ചിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇപ്പോൾ കണ്ടില്ല, ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി വീട്ടിൽ ബാക്കി വരുന്ന ചോറ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് സ്നാക്സ് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്